അതിരാവിലെ തന്നെ എണീറ്റതുകൊണ്ട് നേരത്തെ കാലത്ത് ജോലിക്ക് ഇറങ്ങി കേട്ടോ. ഇന്ന് കുറച്ച് ജോലി സംബന്ധമായിട്ട് കുറച്ച് ആളുകളെ കാണാനുണ്ട്. ശേഷം നേരെ ഓഫീസിലേക്ക് പോയി. ഇതിനെ നിങ്ങൾക്ക് അറിയോ, പൊന്നാമ നമ്മുടെ നാട്ടിൽ പറയും. ഇത് വന്നു കഴിഞ്ഞാൽ ധന കിട്ടുന്നൊക്കെ ഒരു വിശ്വാസം ഉണ്ട് കേട്ടോ. എന്താണ്, ഓരോ ആളുകൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ആളുകളൊക്കെ ഒന്ന് ഇടയ്ക്ക് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ എല്ലാവരും നല്ല ജോലി ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും. ഇവിടെ വന്നതിന് ശേഷം ഈ പ്രിന്റ് മെഷീനും കാര്യങ്ങളൊക്കെ കൂടുതൽ പഠിക്കാൻ സാധിച്ചത്. എന്താണ്, പോകുന്ന വഴിക്ക് സ്ഥിരം നമ്മൾ നോക്കിക്കുന്നതാണ് ഈ ഒരു ക്യാമറ കേട്ടോ. ഇത് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്ന് അറിയില്ല. എന്താണ്, ഹെൽമെറ്റ് അതൊക്കെ ഇപ്പോഴും ഒരുപാട് ആളുകൾ പോകുന്നുണ്ട്. ഈ ഒരു ക്ഷേത്രം നിങ്ങൾ കണ്ടോ, കാളയോ ഭഗവതി ക്ഷേത്രം. ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചൊരു ക്ഷേത്രം. പണ്ടൊക്കെ ഒരുപാട് വിഷമം വരുന്ന സമയത്ത് അമ്മയോടൊന്ന് സങ്കടം പറയും. ഈ മഴ പെയ്യണോണ്ടേ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ ഒരു വീട് ഇതുവരെ ഞാൻ പോകുന്ന വഴിക്ക് ഇത് ശ്രദ്ധിച്ചിട്ടില്ല. മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും കയറി നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് പഴയ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ശേഷം പോകുന്ന വഴിക്ക് ഇപ്പോൾ സ്ഥിരം കാഴ്ചയാണ്. റോഡിലൂടെ കുറവ് വരുന്നതുകൊണ്ട് തന്നെ വാഹനമൊക്കെ റോട്ടിൽ നിന്നാണ് എല്ലാവരും കഴുകിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്താണ്, നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ ആമസോൺ വ്യൂ പോയിന്റ് ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ക്ലിക്ക് ആയിക്കൊണ്ട് ഒരുപാട് ആളുകൾ വന്ന് പോകുന്നൊരു സ്ഥലം കേട്ടോ. അത് നമ്മുടെ നാട്ടിലാണ്. ഇന്ന് രാത്രി ഒരു 11 മണിക്ക് നമ്മളെല്ലാവരും കൂടെ കൂടിച്ചേർന്ന് ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ റാഷിയുടെ മാനുപ്പയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അത് ആഘോഷിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുക. ഇനി എന്താ വെച്ചാൽ കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയ സുഹൃത്തിൻ്റെ ഒരു കട കൂടിയാട്ടത്. അപ്പോൾ അവിടെ കുറച്ച് എണ്ണക്കടികൾ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചു. യൂട്യൂബിലും കാര്യങ്ങളിലൊക്കെ ഓരോ വീഡിയോ നോക്കുകയാണ് എങ്ങനെ നമുക്ക് പണി കൊടുക്കാം. അപ്പോൾ അതൊക്കെ നോക്കി ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജുനൈസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ കേക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്നു. അതോടെ നേരെ അവൻ്റെ വീട്ടിലേക്ക് പോണ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി പ്ലാനിങ് ആണ്, എന്താ ചെയ്യേണ്ടത്. രാത്രി ഒരു 12 മണിയോട് കൂടിയിട്ടാണ് വീട്ടിലെത്തുന്നത് കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് പ്ലാൻ ചെയ്തു. ശേഷം നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ അവൻ്റെ ബ്രദർ നമ്മളെ സപ്പോർട്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്താണ്, നമ്മൾ വീട്ടിൽ അവൻ്റെ റൂമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് അറിയാതെ ഫ്ലാഷ് അടിച്ചിട്ടാണ് അവൻ്റെ റൂമിലേക്ക് നോക്കുന്നത്. എന്താണ്, ശേഷം നേരെ നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്ന അവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്താണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് നമ്മുടെ റാഷി. എല്ലാവരും കൂടെ പോയിട്ട് സത്യം പറഞ്ഞാൽ അവൻ്റെ കണ്ണും മുറൊക്കെ ആകെ പേടിച്ചു. കാരണം മലയോരത്ത് നമ്മൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും നമുക്ക് ചുറ്റും ഉണ്ടാവുന്നൊരു പേടിയാണ് മഴക്കാലത്ത്. അവനാകെ കണ്ണൊക്കെ ആയിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചിട്ട് പേടിച്ചിട്ട്. ഇതാണ് നമ്മുടെ ലോകം എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ എപ്പോൾ പിടിച്ച് തിരിച്ചാലും പൊട്ടാത്ത സാധനം എൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ പൊട്ടിക്കുന്നത്. എന്താണ്, അതൊക്കെ മനോഹരമായിട്ട് നമ്മൾ കാര്യങ്ങൾ വർക്കൗട്ട് ആയിട്ടുണ്ട് ഇപ്രാവശ്യം ലാസ്റ്റ് നമ്മൾ രണ്ടാമത്തത് തിരിച്ച് നോക്കുകയാണ് പൊട്ടുമല്ലേ എന്നുള്ളത്. അത് നമ്മളവിടെ ക്ലിയർ ചെയ്തു കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഒരു അടിപൊളി വേറെ വൈബ് പരിപാടിയായിരുന്നു കേട്ടോ ഇപ്രാവശ്യം. എന്താണിത്, റൂമിൻ്റെ അവസ്ഥയാണ്. അവൻ്റെ വീടും പണിയും കാര്യങ്ങളും ഇപ്പോൾ കഴിഞ്ഞുള്ളൂ. അപ്പോൾ അവൻ്റെ റൂമൊക്കെ നമ്മൾ അതിമനോഹരമായിട്ട് വൃത്തികേടാക്കിയിട്ടുണ്ട്. ശേഷം നമ്മുടെ കേക്കും കാര്യങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് ആദ്യം അവൻ്റെ ഇമ്മാക്കും ഒപ്പം തന്നെ അവൻ്റെ ഏട്ടത്തേക്കും ഏട്ടനെ കൊടുത്തോട്ടെ. ഇനി ഞങ്ങളുടെ സമയത്ത് അവൻ്റെ മുഖമൊക്കെ വാരിങ്ങോട്ട് തേച്ചു കിട്ടോ. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് ഞങ്ങളുടെ ലോകം. സന്തോഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേടി പോകണ്ടല്ലോ, നമ്മൾ സ്വയം കണ്ടെത്തേണ്ട കേട്ടോ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ ആസ്വദിക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ നമ്മുടെ അടുത്തുനിന്ന് ഇങ്ങനെ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.